കേരള കോൺഗ്രസിന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടിരുന്നു. വയനാട്ടിൽ നിന്ന് ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞു എന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം. എതിരെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന ഗൂഢ നീക്കങ്ങൾക്ക് തടയിടാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ട ഉടനെ വയനാട്ടിലെ മുൻ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ KJ ദേവസ്യ നൽകിയ വിശദീകരണത്തിനെതിരെയാണ് ഈ വാചകം കുറിച്ചത്, അല്ലെങ്കിൽ കുറിക്കപ്പെട്ടത്. ആദ്യം KJ ദേവസ്യയെ പറ്റി രണ്ട് വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടായ കാലം മുതൽ KM മാണിയുടെ വിശ്വസനായി നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ച് പാർട്ടിയെ നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു സംസ്ഥാന നേതാവാണ്. പണ്ട് KSയും യൂത്ത് ഫ്രണ്ടും ഒക്കെ കളിച്ചു നടന്നിട്ടുള്ള പാർട്ടി നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം തോമസ് കുതിരവട്ടത്തിന്റെയും KJ ദേവസ്യയുടെയും ഒക്കെ പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന മികവും ഒക്കെ. വയനാട്ടിലെ കൊച്ചു ഗ്രാമത്തിൽ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്ക് അവിടെ എത്തുന്നവർക്ക് താമസിക്കുവാൻ ഇടവും ഭക്ഷണവും തിരിച്ചു പോകുമ്പോൾ വണ്ടിക്കൂലിയും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. ഇന്നെല്ലാവരും സ്വയം പര്യാപ്തമായതുകൊണ്ട് ആർക്കും അതിന്റെ ആവശ്യമില്ല. ഇന്നലെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ തോമസ് കുതിരവട്ടം ഇതേ ഒരു പ്രകൃതക്കാരനായിരുന്നു. പാർട്ടിക്ക് ഓരോ പ്രതിസന്ധി ഉണ്ടായ കാലത്ത് KJ ദേവസ്യ മുന്നണി പടയാളിയായി KM മാണിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇന്നത്തെ തലമുറ വിസ്മരിക്കരുത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയാകുവാൻ മോഹിച്ച് കളത്തിലിറങ്ങിയ PJ ജോസഫിനെ ജോയി എബ്രഹാമും CF തോമസും കൂടി പ്രോത്സാഹിപ്പിച്ച ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുവാൻ പോകുന്നതിന് തൊട്ടു മുൻപ് അതിനെ അട്ടിമറിച്ചത് KJ ദേവസ്യയായിരുന്നു. ദേവസ്യ അത് അന്ന് അട്ടിമറിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് PJ ജോസഫിന്റെ കയ്യിലിരുന്നേനെ, അല്ലെങ്കിൽ തൃശങ്കുവിലായിരുന്നേനെ. PJ ജോസഫിന് രണ്ടിലെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ രണ്ടിലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കാണാനുള്ള മനഃശക്തി എന്തുകൊണ്ടോ അദ്ദേഹത്തിനില്ല. കേരള കോൺഗ്രസിന്റെ പഴയ ചിഹ്നമായ കുതിര ചിഹ്നം, ആ ചരിത്രം അറിയാവുന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കൊണ്ടു നടന്ന് നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന KJ ദേവസ്യയെ പാർട്ടി വേണ്ടവണ്ണം കരുതിയോ എന്ന് ആത്മശോധന ചെയ്യണം. കാരണം പല പാർട്ടികളുടെ അടുക്കളയിലെ എച്ചിൽ തിന്നിട്ട് ഒടുവിൽ മാണി ഗ്രൂപ്പിൽ അഭയം പ്രാപിച്ച താക്കോൽ സ്ഥാനീയന്, ദേശാടനക്കിളിയായ താക്കോൽ സ്ഥാനീയന് കണ്ണുമടച്ചു വാരി വാരി കൊടുത്തു. നട്ടവനും നനച്ചവനും സൈഡിൽ ഒതുങ്ങേണ്ടി വന്നു. അതിനൊരു ഉദാഹരണമാണ് ഇത്തവണ പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ കോർപ്പറേഷനുകൾ വീതം വെച്ചത്. ഇങ്ങനെ കിട്ടിയ കോർപ്പറേഷനിൽ ഏറ്റവും നല്ല കോർപ്പറേഷൻ ദേശാടനക്കിളിയായ താക്കോൽ സ്ഥാനീയന് കൊടുത്തപ്പോൾ KJ ദേവസ്യയ്ക്ക് കൊടുത്തുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നഷ്ടത്തിലോടുന്ന ഒരു കോർപ്പറേഷൻ കൊടുത്തു. എന്നിട്ടോ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും അത് തിരിച്ചു മേടിച്ചു. ദേവസ്യയ്ക്ക് കൊടുത്ത ഉൾപ്പെടെ എല്ലാവരുടെ കയ്യിൽ നിന്നും തിരിച്ചു മേടിച്ചു. പക്ഷേ ഒരാളിന്റെ കയ്യിൽ നിന്ന് മാത്രം തിരിച്ചു മേടിച്ചില്ല. അതാരാണെന്നറിയാമോ? ഈ എച്ചിരി നക്കിയായ ദേശാടനക്കിളിയായ താക്കോൽ സ്ഥാനീയന്റെ മാത്രം. ദേശാടനക്കിളിക്ക് എന്താ കൊമ്പുണ്ടോ? ചിലപ്പോഴുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ പാർട്ടികളുടെ, വിവിധ പാർട്ടികളുടെ അടുക്കള വാതുക്കൾ പോയി എച്ചിൽ തിന്നുന്നത്. പക്ഷെ ഇതൊന്നും ചോദിക്കുവാൻ മുൻപ് പറഞ്ഞ സൈബർ വിങ് തൊഴിലാളിയെയോ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന നേതാവിനെയോ കണ്ടതേയില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ജോസ് കെ മാണിക്ക് ഇത്രയും ശത്രുക്കളെ സംഘടിപ്പിച്ചു കൊടുത്തത് ഈ പറയുന്ന സൈബർ ഗ്രൂപ്പ് തൊഴിലാളികളാണ്. അയാളുടെ ഭാര്യയെ 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് PJ ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു. റോഷി അഗസ്റ്റിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ കയറാൻ പഠിച്ച പണി 18 നോക്കി, അത് നടന്നില്ല. അന്ന് മുതൽ റോഷിയും ജോസ് കെ മാണിയും തമ്മിൽ തെറ്റിക്കാനുള്ള മുഴുവൻ കുത്തിത്തിരിപ്പുകളും ഈ സൈബർ പോരാളിയാണ് നടത്തുന്നത്. ഒരു പാർട്ടിക്ക് സൈബർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് വരുന്ന അക്രമങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണ്. മാണി ഗ്രൂപ്പിന്റെ മാത്രം പ്രത്യേകത, പാർട്ടിക്കുള്ളിൽ നിന്ന് അഭിപ്രായം പറയുന്നവരെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ് സൈബർ ഗ്രൂപ്പ് നടത്തുന്നത്. ജോയി എബ്രഹാം മാന്യനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജോയി എബ്രഹാമിനെ ജോസ് കെ മാണിയുമായി തെറ്റിച്ചത് ആരാണെന്നും എങ്ങനെയാണെന്നും ചോദിച്ചാൽ പാർട്ടിക്കാർക്ക് മുഴുവനും അറിയാം. എന്നാൽ ജോസ് കെ മാണിക്ക് മാത്രം അറിയില്ല. തോമസ് ഉണ്ണിയാടനെയും ആക്രമിച്ചുവെങ്കിലും KM മാണിയുടെ ഇടപെടൽ കൊണ്ട് ഉണ്ണിയാടൻ തൽക്കാലം വെടി നിർത്തിയെന്നത് ചരിത്രം മാത്രം. ഇതുപോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ജോസ് കെ മാണിയോട് പറയാനുള്ളത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ദേശാടനക്കിളികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഒറ്റതിരിഞ്ഞ ആക്രമണം ഉണ്ടാകുമ്പോൾ സംരക്ഷിക്കാൻ ആരും കാണില്ല. ഒപ്പം നടക്കുന്ന പല ദേശാടനക്കിളികളുടെയും പൂർവാശ്രമം, ഇപ്പോഴത്തെ രഹസ്യ കൂട്ടുകെട്ടുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്നതുകൊണ്ട് മാത്രം മാന്യതയുടെ പേരിൽ പുറത്തു പറയുന്നില്ല. പക്ഷേ റോഷിയും ജയരാജും തോമസ് ചാഴിക്കാടനും ഒക്കെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ അതിനെ തടയിടാൻ ശ്രമിക്കുന്നത് ആരായാലും അത് തുറന്നു കാണിക്കും.